ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്നാൽ നമുക്ക് തൃശ്ശൂരാണ്ട് പോവാം, പുത്തമ്പള്ളിയൊക്കെ ഒന്ന് പോയി കണ്ട് അവിടുത്തെ എങ്ങനെയാണ് അവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് വിട്ടു. പിള്ളേരെ രണ്ടെണ്ണത്തിനെയും കൂട്ടിയാണ്ട് വണ്ടി എടുത്ത് വിട്ടു. അവിടെ ചെന്നു ഒരു പ്രത്യേക വൈബാണ്, എൻ്റെ പൊന്നോ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഈ ലൈറ്റിൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ അതേപോലെ പുൽക്കൂട് നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ട് പുൽക്കൂട്, അതും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ്. ഇതിന് പുറമെ അവിടെയുള്ള ആൾക്കാർ പുൽക്കൂട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട്, അത് കോമ്പറ്റീഷനാണോ എന്താണെന്ന് അറിയില്ല, പുൽക്കൂട് ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ പുൽക്കൂട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചത്, ഇന്നലെ പക്ഷേ വൈകുന്നേരം പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ വേറെ സ്ഥലത്ത് പെട്ടുപോയി. അത് കാരണം തൃശ്ശൂർക്ക് പോകാൻ പറ്റിയില്ല. നിറയെ ഗിഫ്റ്റ് ബോക്സസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ സ്റ്റാർസ്, അതും പല ടൈപ്പ്, നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റാർസ് കാണാനായിട്ട്. പിന്നെ അതേപോലെ നമ്മുടെ പുത്തമ്പള്ളി നിറയെ ഇഷ്ടംപോലെ സ്റ്റാർസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ ഒന്ന് നോക്കിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ, നേരിട്ട് കാണാനായിട്ട്. ഞാൻ മുൻപും പോയിട്ടുണ്ട് പുത്തമ്പള്ളിയിൽ, ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുൻപാണ് പോയിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം 10-17 വർഷമായി. അതിന് മുൻപ് പോയതാണ്. ഇന്നങ്ങനെ പോയി കാണാനൊക്കെ പറ്റി കുറേ നാളുകൾക്ക് ശേഷം. അവിടെ കുർബാനയൊക്കെ നടക്കുമായിരുന്നു അന്ന്. ഇത് പള്ളിയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. നോക്കി നോക്ക്, പുത്തമ്പള്ളി അടിപൊളിയല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി ക്രിസ്മസ് സമയമൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ തൃശ്ശൂർക്ക് വിട്ടോളൂ, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊന്ന് ഓണാക്കിയിടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.